ഫെബ്രുവരി 4 കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്, വേൾഡ് ക്യാൻസർ ഡേ. ഇതിൻ്റെ തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. 2025 വേൾഡ് ക്യാൻസർ ഡേ തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. 2024 തീമാണ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ഗുകേഷിനെ കീഴടക്കി പ്രജ്ഞാനന്ദ. ടൈ ബ്രേക്കർ വരെ നീണ്ട പോരാട്ടത്തിൽ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷിനെ തോൽപ്പിച്ച് പ്രജ്ഞാനന്ദ ടാറ്റ സ്റ്റീൽ ചെസ് കിരീടം നേടി. ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽ ചെസ്സിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ജേതാവാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് 19-കാരൻ പ്രജ്ഞാനന്ദ. ജി പുരസ്കാരം സമ്മാനിച്ചു. തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ജി സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ PF മാത്യൂസിന് നിരൂപകൻ ഡോക്ടർ ജോർജ് ഇരുമ്പയം സമ്മാനിച്ചു. ചന്ദ്രികയുടെ ത്രിവേണി ഗ്രാമിയിൽ ഇന്ത്യൻ തിളക്കം. ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും സംരംഭകയുമായ ചന്ദ്രിക ടണ്ടന് ഗ്രാമി തിളക്കം. ന്യൂ ഏജ് ആൽബം വിഭാഗത്തിൽ ചന്ദ്രികയും ദക്ഷിണാഫ്രിക്കൻ കലാകാരൻ വൗട്ടർ കെല്ലർമാനും ജാപ്പനീസ് കലാകാരൻ ഏറു മാട്സുമാണ് ചേർന്നൊരുക്കിയ ത്രിവേണി എന്ന ആൽബത്തിനാണ് പുരസ്കാരം. ഒരേയൊരു ബിയോൺസെ 35 ഗ്രാമി നേട്ടം. ആൽബം ഓഫ് ദ ഇയർ ആദ്യവട്ടം. 32 തവണ ഗ്രാമി പുരസ്കാരങ്ങൾ. പക്ഷേ ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം എത്തിപ്പിടിക്കാനാവാത്തതിൻ്റെ നിരാശ ഇത്തവണ ഗ്രാമിയിൽ വരുമ്പോൾ അതായിരുന്നിരിക്കണം ബിയോൺസയുടെ മനസ്സിൽ. മടങ്ങുന്നത് ഈ വമ്പൻ പുരസ്കാരമടക്കം 3 ഗ്രാമി കൂടി നേടി തല ഉയർത്തിപ്പിടിച്ച് ബിയോൺസയുടെ കൗബോയ് കാർട്ടർ, ടൈലർ സ്വിഫ്റ്റ്, ബില്ലി ഈലിഷ് എന്നിവ അടക്കമുള്ള പ്രമുഖരുടെ ആൽബങ്ങളെ പിന്തള്ളിയാണ് കിരീടം ചൂടിയത്. 5 തവണ നോമിനേഷൻ നേടിയെങ്കിലും ആദ്യമായാണ് ഈ നേട്ടം. ഇന്നലെ നേടിയ 3 അവാർഡുകൾ കൂടി ചേരുമ്പോൾ ആകെ 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് ബിയോൺസയുടെ കയ്യിൽ. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫെബ്രുവരി 4 കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.